ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും മാത്രം യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ മുന്നേ ചെയ്തൊരു ഉടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഫ്ലവറാണ്. അപ്പോൾ ഉടുപ്പിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, ഇതിപ്പോൾ ബ്ലാക്ക് കളറിലായതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് വേറെ കളറിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉടുപ്പിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, ചാനലിൽ നോക്കി നോക്കാം. അപ്പോൾ ഫ്ലവർ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഉടുപ്പിന് മാച്ചായിട്ട് ഒരു ഹെഡ് ബാൻഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡ് കളറിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കണം. ഇങ്ങനെ തിരിച്ച് വെച്ച് ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് യാണിനെ അതിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഒരു 11 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒന്നായി, 2, 3, 4 അങ്ങനെ ഫുള്ളായിട്ട് ഒരു ചെയ്ത് വരിക. എന്നിട്ട് ഇനി കുറച്ച് സ്റ്റിച്ച് ഇട്ടതിൻ്റെ ശേഷം അവിടെ പിടിച്ചിട്ട് ആ ടെയിൽ പിടിച്ചിട്ട് വലിക്കുക. എന്നിട്ട് ഇപ്പോൾ ബാക്കി ഒരു 1-2 സ്റ്റിച്ചും കൂടെ ബാക്കി ചെയ്യാനുണ്ടാവും. 11 സ്റ്റിച്ചിൽ അതും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ടാവില്ലേ, ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടല്ലേ തുടങ്ങിയത്. അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇത് ജോയിൻ ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെ വലിച്ചെടുത്ത് ആ ഹുക്കിൻ്റെ മുകളിലുള്ള യാണിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിങ്ങനെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം പുറകിലേക്ക് ഒരു അത് എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ വെച്ചിട്ട് കോർത്ത് അതിൻ്റെ ഉള്ളിലൂടെ ബാക്ക് വശത്ത് കാണാത്ത രീതിയിൽ ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. ഇനി നീഡിലില്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ടായാലും ചെയ്യാം. എന്നിട്ട് ഒരു റെഡ് യാൺ എടുക്കുക. അതിന് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം ഒന്ന് പാകത്തിന് ഒരു വലുപ്പാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ പുറകിൽ വെക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ആ സ്ലിപ്പ് നോട്ട് ഇട്ടതിനെ ബേക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലൂടെ എടുക്കുക. ഇനി അവിടുന്ന് മുകളിലോട്ട് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 1, 2, 3, 4. എന്നിട്ട് ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇതാ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ബ്ലൂവിൽ ചെയ്തതിൽ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. യാണിനെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു പെറ്റലായി. ഇനി വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1, 2, 3, 4. എന്നിട്ട് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ വിട്ടിട്ട് അടുത്തയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
എന്നിട്ട് റൗണ്ടിലെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. അതിലൂടെ എടുത്ത് ഹുക്കിൻ്റെ മുകളിലുള്ളതിൽ കൂടെ യാണിനെ എടുക്കുക. വീണ്ടും ഇതന്നെ ചെയ്യുക കേട്ടോ. അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റത്തെ പെറ്റലും കൂടെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇത് സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫ്ലവർ കാണാൻ. ഇത് ഉടുപ്പുകൾ ഉണ്ടാക്കുന്നതിലും ഹെഡ് ബാൻഡിലും അങ്ങനെ കീ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് യാണ് കട്ട് ചെയ്യുക. ഇനി ഹുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. യാണ് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ബാക്കിലുള്ള ഭാഗത്തേക്ക് എന്താ പറയുക, അതൊന്ന് ഹൈഡ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നീഡിലിൽ യാണ് കോർത്ത് ഉള്ളിലൂടെ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.